സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സമയപരിധി നാളെ രാത്രി 12-ന് അവസാനിക്കും. ജൂലൈ 1 മുതൽ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക്. ദേശീയ സെൻസസ് നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം നാളെ അവസാനിക്കുന്നു. ജൂൺ 30 ചൊവ്വാഴ്ച രാത്രി 12 മണി വരെയാണ് ഇതിനുള്ള സമയപരിധി. അതിനുശേഷം പോർട്ടൽ വഴി വിവരങ്ങൾ നൽകാൻ സാധിക്കില്ല. നിരവധി ആളുകൾ ഇതിനോടകം ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നവർക്ക് വിവരങ്ങൾ നൽകാൻ നാളെ കൂടി മാത്രമേ അവസരമുണ്ടാകൂ. ജൂലൈ 1 മുതൽ പ്രത്യേക നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലും എത്തി വിവരശേഖരണം ആരംഭിക്കും. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസുകാരെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചത് കേസിൽ SFI നേതാവ് അറസ്റ്റിൽ. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനാണ് അറസ്റ്റിലായത്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. SFI സംസ്ഥാന നേതാക്കൾ അടക്കം കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 24-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. IHRD ഫീസ് വർധനയ്ക്കെതിരെ SFI സംഘടിപ്പിച്ച മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ SFI പ്രവർത്തകർ ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചതായി പോലീസ് ആരോപണം ഉന്നയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടി പ്രതിയായ വധശ്രമ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. ഖാദർ കരിപ്പൊടിയും സംഘവും പള്ളിക്കര സ്വദേശിയായ അബ്ദുൾ അഹാദിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മർദ്ദനത്തിൽ അബ്ദുൾ അഹാദിന്റെ മുഖത്തിനും കണ്ണിനും പരിക്കേറ്റു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഖാദർ കരിപ്പൊടി ഒളിവിലാണ്. അഹാദ് കാസർഗോഡ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്റർലോക്ക് കട്ടകൾ ഉപയോഗിച്ച് ഖാദർ കരിപ്പൊടിയും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചതായും പേനാക്കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും അഹാദ് തന്റെ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പാലാരിവട്ടം SHOയ്ക്കെതിരെ കമ്മീഷണർക്ക് പരാതി നൽകിയ അൻസിബ. നടി ലക്ഷ്മിപ്രിയക്കെതിരെ താൻ നൽകിയ പരാതിയിൽ കേസെടുത്തില്ല. പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ ഒരു അന്വേഷണവും നടത്തിയില്ല. SHOയെ മാറ്റി നിർത്തി മറ്റൊരാളെ കേസ് ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷ്മിപ്രിയ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നതായിരുന്നു പരാതി. യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായും അശ്ലീലവും വ്യാജവുമായ പ്രചരണങ്ങൾ നടത്തിയെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും ഗൂഢാലോചന നടത്തിയെന്നും അൻസിബ പരാതിയിൽ പറയുന്നു. കീഴാറ്റൂർ വയൽക്കിളി സമരം 28 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കണ്ണൂർ ദേശീയപാത നിർമ്മാണത്തിന് വയൽ നികത്തുന്നതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിനിടെ ഉദ്യോഗസ്ഥരെ തടഞ്ഞ വയൽക്കിളി സംഘത്തിലെ അംഗങ്ങളെ കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് കീഴാറ്റൂരിൽ വയൽ നികത്തുന്നതിനായി സ്ഥലമളക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞതിനായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തത്. തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 28 പ്രതികളെയും വെറുതെ വിട്ടത്. 2018 മാർച്ച് 14-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിഷേധ നേതാവ് സുരേഷ് കീഴാറ്റൂരിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പെട്രോൾ നിറച്ച കുപ്പികളുമായി ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് MBBS വിദ്യാർത്ഥിനി ചാടി മരിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്ന് വിദ്യാർത്ഥിനി ചാടി മരിച്ചു. കോട്ടയം സ്വദേശി സ്നേഹ പൗലോസാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. 1-ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് സ്നേഹ. ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള ഹോസ്റ്റൽ ബ്ലോക്കിന്റെ 4-ാം നിലയിൽ നിന്നാണ് കുട്ടി ചാടിയത്. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. (2029) ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP. K. സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും മണ്ഡലങ്ങളുടെ ചുമതല. വരുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിൽ BJP പ്രഭാരിമാരുടെ പട്ടിക ഒരുക്കുന്നു. ഇതനുസരിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ചുമതല മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും തിരുവനന്തപുരത്തിന്റെ ചുമതല നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും നൽകാനാണ് തീരുമാനം. മണ്ഡലം മാറി മത്സരിക്കുന്നത് പാർട്ടി നേതാക്കളുടെ പരാജയത്തിന് കാരണമാകുന്നുവെന്ന കോർ കമ്മിറ്റി വിമർശനം പരിഗണിച്ചാണ് ഇപ്പോൾ തന്നെ ആളുകളെ നിശ്ചയിച്ച് പൂർണ്ണസമയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. PSC പരീക്ഷയിൽ വൻ ക്രമക്കേട്. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ 3 സുപ്രധാന തസ്തികകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പ്രാഥമിക പരീക്ഷാ ഫലത്തിൽ ഗുരുതര ക്രമക്കേട് പുറത്തുവന്നു. പരീക്ഷയിലെ 10 ചോദ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മൂല്യനിർണ്ണയം നടത്താതെയാണ് അധികൃതർ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകളിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ പരിശോധിച്ചിട്ടില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. ഇടത് സർവീസ് സംഘടനയിലെ സജീവ പ്രവർത്തകനായ 1-ാം റാങ്കുകാരന്റെ നിയമനത്തിനു പിന്നാലെ 3-ാം റാങ്കുകാരൻ നൽകിയ പരാതിയിലാണ് ഈ അട്ടിമറി വെളിച്ചത്തായത്.
സർവകലാശാലകളിൽ സ്ഥിരം BC നിയമനത്തിനൊരുങ്ങി ഗവർണർ. സർക്കാരുമായുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നീക്കങ്ങളുമായി രാജ്ഭവൻ മുന്നോട്ട്. ഭരണമാറ്റത്തിന് പിന്നാലെ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റുകളുടെ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കുമെന്നാണ് രാജ്ഭവന്റെ പ്രതീക്ഷ. ഇതേ തുടർന്ന് സ്ഥിരം നിയമന നടപടികൾക്ക് കടക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നിലവിൽ കാലിക്കറ്റ്, ആരോഗ്യം, ഡിജിറ്റൽ, KTU എന്നീ 4 സർവകലാശാലകളിൽ മാത്രമാണ് സ്ഥിരം BCമാരുള്ളത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP പഠന ശിബിരം. ചുമതലക്കാരുടെ വിശദീകരണം തേടി KPCC. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP പഠന ശിബിരം സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സ്ഥാപനത്തിന്റെ ചുമതലക്കാരുടെ വിശദീകരണം തേടി KPCC. BJP കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹാൾ വാടകയ്ക്ക് നൽകിയതാണ് കോൺഗ്രസിനുള്ളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. എന്നാൽ രാഷ്ട്രീയ വ്യത്യാസമന്യേ വിവിധ സംഘടനകളുടെ പരിപാടികൾക്കായി ഇവിടെയുള്ള ഹാൾ സാധാരണയായി വാടകയ്ക്ക് നൽകാറുണ്ടെന്നാണ് സ്ഥാപനത്തിന്റെ ചുമതലക്കാരുടെ വിശദീകരണം.